ചിന്നുവിനെ എനിക്ക് ഇഷ്ടമെന്നുള്ള കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞത്. ഇത്രയും വലിയ പ്രശ്നത്തെ കലാശിക്കുമെന്ന് ഞാൻ കരുതിയില്ല. എല്ലാം എന്റെ തെറ്റാ. ഞാൻ അമ്മയോട് ആ സത്യം തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്ര പെട്ടെന്ന് എന്റെ വിവാഹം നിശ്ചയിക്കില്ലായിരുന്നു. എന്റെ ചിന്നുവിന് ഈ വീട് വിട്ട് എല്ലാവരും മുന്നിൽ തലകുനിച്ചിറങ്ങിപ്പോണ്ട അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ, എന്നെ വിശ്വസിക്കണം. ഇല്ല, എന്റെ ചിന്നു കള്ളം പറയില്ല. ജീവൻ കൊടുത്താലും അവള് കള്ളം പറയില്ലെന്ന് എനിക്ക് ഉറപ്പാ. അപ്പൊ പിന്നെ അവളെല്ലാ കത്തെഴുതെങ്കിൽ പിന്നെ ആരാ എന്റെ പിന്നില്? ആ കത്തിന് പിന്നിലെ യഥാർത്ഥ ഉദ്ദേശം എന്തായിരിക്കും? ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. കൺമുന്നിൽ കാണുന്നതല്ല സത്യം. ആരോ ഇരുട്ടിലിരുന്ന് ചരട് വലിക്കുന്നുണ്ട്. എന്നെയും ചിന്നുവിനെയും തമ്മിൽ എന്നേക്കുമായി വേർപിരിക്കാൻ ആരോ നടത്തുന്ന വലിയൊരു ഗൂഢാലോചന ഇത്. പക്ഷെ ആരായിരിക്കും അത്? നമ്മുടെ ഈ പോക്ക് അപകടത്തിലേക്ക് അമ്മ. അയാള് വെറൊരു മനുഷ്യനല്ല, നരിയ. എവിടെയാണെങ്കിലും അയാളും അയാളുടെ ആൾക്കാരും നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടാവും. എങ്കിലും ഈ സ്ഥലത്ത് നിൽക്കുന്നത് ബുദ്ധിയല്ല. അമ്മ വാ, വേഗം നടക്ക്. അമ്മേ, നരിയുടെ വണ്ടി. അമ്മേ, ഇനി നമ്മൾ ഓടിയാലും പിടിക്കപ്പെടും. അല്ലെങ്കിൽ നരി നമ്മളെ വണ്ടി കയറ്റി കൊല്ലും. രണ്ടിലൊന്നും ഉറപ്പാ. അമ്മ പേടിക്കണ്ട, ഇത് നരിയുടെ വണ്ടിയല്ല, വേറെ ആരുടെയാ. അമ്മ പറഞ്ഞതുപോലെ നമുക്ക് ഇവിടുന്ന് പോവാം. വാ. ആ തള്ളയും മോളും ഇവിടെ ഈ സിറ്റി തന്നെയുണ്ട്. കണ്ടുപിടിക്കണം.